ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 12 ഏക്കറിൽ തുടങ്ങുന്ന ഫാം ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ജസ്പേഡ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ് എന്ന പദ്ധതി. 12 ഏക്കറിലാണ് ഇവിടെ നമ്മൾ കൃഷി തുടങ്ങുന്നത്. ഫാമും കൂടി കണക്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, സാൻഡൽവുഡ് റിസർച്ച് സെൻറ്റർ, സാൻഡൽവുഡ് കൾട്ടിവേഷൻ, നഴ്സറി, ഇതെല്ലാം ഒരുമിച്ചിട്ടുള്ള ഫാം ടൂറിസം വരെ വരുന്ന പദ്ധതികൾ. 12 ഏക്കർ, ഇതിപ്പോൾ ഏകദേശം അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ ഇതും ഈ രീതി അങ്ങനെ തന്നെ നമ്മളെ ഇതായിട്ടാണ് വരുന്നത്. പല പദ്ധതികളും പല ഭാഗത്തായിട്ട് ഈ രീതിയിൽ തന്നെ പ്രത്യേക രീതിയിൽ കാണുന്നില്ല നിങ്ങൾ. അത് നമ്മൾ എവിടെയും കാണാത്തൊരു കൃഷി രീതിയാണ് അല്ലേ. അവിടെ ഒരു വരമ്പ് പോലെ ആക്കി അതിൻ്റെ മേലെ പിന്നെ ഗ്രോ ബാഗും കാര്യങ്ങളിലാക്കിയിട്ടുള്ള കൃഷി രീതി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ജൈവ രീതിയിലുള്ള കൃഷിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം കാരണം ഇവിടെ തുടങ്ങാൻ വന്നു. ഇപ്പോൾ ഫാം ഇന്നലെ ചെയർമാൻ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാം പശു ഫാമാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഇന്ത്യയിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശു വളർത്തുന്നത് ഏകദേശം 1000-ഓളം പശുക്കളുള്ളൊരു ഫാമാണ് കേരളത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏകദേശം നമ്മൾ ഏറ്റവും വലിയ ഫാം എന്നുള്ള രീതിയിൽ 3000-ഓളം പശുക്കളാണ് ഇവിടെ വരുന്നത്. അതും വ്യത്യസ്തമായ രീതിയിലുള്ള ഇപ്പം വെച്ചൂർ പശുവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ അങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പശു ഓൾറെഡി നമ്മളിവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മുട്ടക്കോഴികൾ, 100,000-ഓളം മുട്ടക്കോഴികൾ. അതും ആ മുട്ടക്കോഴീനെ പറ്റി ഇന്നലെ മനോജേട്ടനും ഞാനും ശിവദാസേട്ടനും വന്നപ്പോൾ അവിടുന്ന് വന്ന ക്ലയൻറ്റിനോട് സാറ് സംസാരിച്ചേക്കാം. നമ്മളെ കരിങ്കോഴി എന്ന് പറയുന്നൊരു സാരില്ല, അതിൻ്റെ വേറൊരു ലെവലിലുള്ള ഏകദേശം മാർക്കറ്റിൽ 35 മുതൽ 45 രൂപയോളം വില വരുന്ന മുട്ട. നമ്മൾ വിചാരിക്കും കോഴിമുട്ട നമ്മളിപ്പം 6-7 റുപ്യ കൊടുത്ത് മേടിക്കുന്നത്. ആ രീതിയിലുള്ള അവിടെ തന്നെ സാർ ഏറ്റവും മൈനസ് ലെവലുള്ള ഒരു കണക്ക് പറഞ്ഞപ്പോൾ പോലും ഏകദേശം ഒരു മുട്ടക്ക് 15 രൂപക്ക് വിറ്റാൽ പോലും നമുക്ക് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം മുട്ടക്കോഴിയിലൂടെ ഒരു ദിവസം വരാൻ പോകുന്ന എമൗണ്ട് ഏകദേശം ആ ലെവലിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം എത്ര വരും എന്നുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിൻ്റെ എന്ന് വെച്ചാൽ പാല് മാത്രമല്ല, പാലിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പം നമുക്കറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആരാണ്? മിൽമേനാണ് അല്ലേ. ആ രീതിയിൽ ഇവിടെ എല്ലാ പാൽ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രീതി. അതുപോലെ തന്നെ ഇറച്ചി, മീൻ, പിന്നെ അതുപോലെ ബീഫ്, ആട്ടിറച്ചി, മറ്റെല്ലാ മീറ്റുകളും, ഫിഷുകൾ, അങ്ങനെ എല്ലാം ഇവിടെ വരികയാണ്. അപ്പം പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ടൂറിസം പദ്ധതി കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ടൂറിസ്റ്റ് കോട്ടേജുകളിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള ജൈവ ഒരു കലവറ എന്ന് വെച്ചാൽ ജൈവ രീതിയിലുള്ള ഫുഡ് മാത്രം ഇവിടെ അരിക്കുന്ന ഫുഡ് കഴിഞ്ഞിട്ടേ പുറത്തുനിന്നുണ്ടെങ്കിൽ മേടിക്കേണ്ട വഴി. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ കാശ്മീരിൽ മാത്രം കാണുന്ന ഒരു കൃഷിയാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷി. ഇവിടെ അതും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പഠിച്ചിട്ടുണ്ട് ചെയർമാൻ. അതും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുങ്കുമപ്പൂവിൻ്റെ കൃഷി വരെ വരുമ്പോൾ ഫ്യൂച്ചറിൽ ഏകദേശം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം തന്നെ നമ്മൾ സാൻഡൽവുഡ് കൾട്ടിവേഷൻ ചന്ദന കൃഷി വരെ പിന്നെ വരുമാനം വെച്ചിട്ട് 6 ടൈപ്പിലുള്ളൊരു വരുമാനം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഇൻ്റഗ്രേറ്റ് ഫാമിങ്ങിൽ കൂടിയുള്ള എല്ലാ വരുമാനം എത്രയാണോ നിക്ഷേപിക്കുന്നത് അതിന് തത്തുല്യമായി കമ്പനി വീതി ഒന്ന് ഇന്ത്യ. പിന്നെ വരുന്നത് എന്താ? 70ഓളം കോട്ടേജുകൾ, എഫ്രൈം. നമ്മൾ അവിടെ കാണാൻ പോകുന്ന കോട്ടേജല്ല, എഫ്രൈം കോട്ടേജുകൾ. ഇന്ന് ഏക സ്ഥലത്തും കാണാൻ ടൂറിസ്റ്റുകൾ സിംഗിൾ കോട്ടേജുകൾ, എഫ്രൈം കോട്ടേജുകൾ നിർമ്മിക്കുന്നത് 70ഓളം. അപ്പോൾ ടൂറിസ്റ്റത്തിലൊരു ഇൻകം കൂടി വരുമാനം കൂടി നമുക്ക് കിട്ടാനുള്ള അവസരം. അതുകൂടാതെ എന്താണ്? സാൻഡൽവുഡ് കൾട്ടിവേഷൻ 10 മുതൽ 15 വർഷം കൊണ്ട് ഏകദേശം 2000 മുതൽ 3000-ഓളം ചന്ദനമരങ്ങളുണ്ടാവും. അതിൽ നിന്നുള്ള 15 വർഷത്തിന് അതിനുശേഷമുള്ളൊരു പ്രോഫിറ്റ്, അതിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് വരുന്നു. പിന്നെ നമ്മളെ സെൻഡാല മേൽബന്ധപ്പെടുന്ന നമ്മുടെ വിലായ് ബുദ്ധ എന്ന് പറയുന്ന ചന്ദനത്തിൻ്റെ നഴ്സറി എന്നുവെച്ചാൽ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചന്ദനത്തിൻ്റെ നഴ്സറിയൊക്കെ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ തൈയൊക്കെ മേടിക്കാനുള്ള നഴ്സറി കൂടി തുടങ്ങുന്നുണ്ട് ഇത്. മറ്റൊന്നെന്താണ്? നമ്മളെ സാൻഡൽവുഡ് റിസർച്ച് സെൻറ്റർ. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് ചന്ദന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത കാലത്താണ് കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് ഒരു ട്രീ ബാങ്കിങ് പദ്ധതി, എല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ട്രീ ബാങ്കിങ് പദ്ധതി എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നത്. അതിൽ ആദ്യമായിട്ട് കൊടുത്ത തൈ ചന്ദനമായിരുന്നു. കാരണം ചന്ദന തൈയാണ് ആദ്യമായിട്ട് വിതരണം ചെയ്തത്. അപ്പോൾ ആ ട്രീ ബാങ്കിങ് പദ്ധതിയൊക്കെ കൊണ്ടുവന്ന എന്തായാലും നാളെ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ 15 വർഷം കൊണ്ട് ചിലപ്പം ഇപ്പോൾ വന്ന നിയമത്തിന് പുറമെ ഒരുപാട് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് നമുക്ക് വരാൻ സാധിക്കും. അങ്ങനെ വരുമ്പം സാൻഡൽവുഡ് റിസർച്ച് സെൻറ്ററിലൂടെ നമുക്ക് സാൻഡൽ ഓയിൽ ഉൽപ്പാദനം വരാം. അപ്പം നിങ്ങൾ അറിയേണ്ടത് ഇന്ന് സാൻഡൽ ഓയിൽ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒറിജിനൽ ഓയിലിന് മാർക്കറ്റിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഏകദേശം 1 ലിറ്ററിന് 15 ലക്ഷം രൂപയോളം വരുന്നത്. ആരും ഇതൊന്നും അറിയില്ല. കാരണം അറിയാത്തതല്ല, അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സംരക്ഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ചന്ദനത്തിനെ സംരക്ഷിക്കാനോ അതിൻ്റെ കൃഷിക്കോ അതിൻ്റെ വളം നിർമ്മിക്കാനോ അതിൻ്റെ പണിക്കാരോ ഒന്നും നമ്മൾ നിയമിക്കേണ്ടതില്ല. ഇതൊക്കെ ഫാമിലാവട്ടെ മറ്റെല്ലാ കാര്യത്തിലും നമ്മളെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ
ഇതിൽ നമുക്ക് 1 ലക്ഷം രൂപ മുതൽ നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പം ഈ 2 ദിവസത്തെ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു 1 ലക്ഷം രൂപക്ക് 2 ലക്ഷം രൂപയുടെ പാർട്ട്ണർഷിപ്പായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിക്കുന്നത് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ പാർട്ട്ണർഷിപ്പ് കിട്ടാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. അത് ഈ 2 ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫാമിലിയിലേക്ക് അറിയിക്കുക, ചെയ്തേ മതിയാവും എന്നുള്ള കൂടിയേ തീരൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഫ്യൂച്ചർ നമ്മളെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ കൃഷി ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ, പേരെന്തായിരുന്നു പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ സാറും പേര് അബീൽ അല്ലേ? അപ്പോൾ അബീലും. അപ്പോൾ ഇവരെ 2 വാക്ക് നമുക്ക് കേൾക്കാം, കാരണം ഇവരാണ് ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 2 വാക്ക്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, കാസർഗോഡാണ് എൻ്റെ വീട്. ഞാൻ ഇവിടുത്തെ അഗ്രികൾച്ചറിസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി, കൂവ, അതേപോലെ റെഡ് ലേഡി, പപ്പായ, പിന്നെ വെജിറ്റബിൾസിൽ ഇപ്പോൾ ചില്ലി ഉണ്ട്, അതേപോലെ തന്നെ തക്കാളി ഉണ്ട്. പിന്നെ അതേപോലെ താഴെ ഭാഗത്ത് നിങ്ങൾ കാണുന്നത് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റെഡ് ലേഡി പപ്പായ എന്ന് പറയുന്നത് ഏകദേശം 5 വർഷത്തോളമാണ് അതിൻ്റെ നമുക്ക് ഈൽഡ് കിട്ടുന്നത്. അതായത് നട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം കഴിയുമ്പോൾക്ക് നമുക്ക് ഈൽഡ് കിട്ടും. അത് ഏകദേശം 1 വർഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 250 കിലോയോളം പപ്പായാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇഞ്ചി എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രോ ബാഗിൽ നടുന്നത് 100 ഗ്രാമാണ്. 2 കിലോ ആണ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന വിളവ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് കൂവയ്ക്ക്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ചാണകം, ചകിരിപ്പൊടി, മണ്ണ്, ഇതെല്ലാം ഈക്വലാണ്. 1:1:1 എന്നുള്ള രീതിയിലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് അരിഫാൻ നൂങ്കോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഏകദേശം 10 ഗ്രാമിന് 1500 അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സീഡാണ്. എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാ പൂവിടാൻ 70 ദിവസമാണ് സമയം എന്ന് പറയുന്നത്. നമ്മളെ ചെണ്ടുമല്ലികൾ മെയിനായിട്ട് അഗ്രികൾച്ചറിസ്റ്റാണ്. എൻ്റെ പേര് ഹബീൽ, ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. അഗ്രികൾച്ചർ ആ ഭാഗം വരാൻ നോക്കുന്നത്. ഞാൻ മെയിനായിട്ട് മാനേജർ ട്രെയിൻ ഇവിടുത്തെ. അപ്പോൾ ഈ കൃഷിയൊക്കെ സീസണിലാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും, വേറെ അടുത്ത വർക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 2-3 മാസത്തിനുള്ളിൽ ഈ കോഴിയും ഈ പശുവും കൂടെ വേറെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഫിഷ് ഫാമിങ്ങിനായിട്ട് ഇവിടെ തന്നെയാണ് കുളം കുഴിക്കുന്നത്. കുഴിച്ച് അതിൻ്റെ ഏകദേശം അതിന് കോണ്ടോർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അനുമതിയും കിട്ടി അന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം ജനുവരി ആകുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺസ് പെട്ടെന്ന് കിട്ടി തുടങ്ങും. അതിനുള്ളിൽ തന്നെ. ഓക്കെ.